ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമി മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തിരിച്ചുപിടിച്ചെങ്കിലും വസ്തുവകകൾ ഉപയോഗിക്കാനാകാതെ ക്ഷേത്ര കമ്മിറ്റി. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതാണ് കാരണം. പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും മലയാള മനോരമ കമ്പനി കൈവശം വെച്ചിരുന്ന ക്ഷേത്രഭൂമി വിട്ടുകിട്ടാതായതോടെയായിരുന്നു ഭക്തർ ശക്തമായ സമരവും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയത്. ഒടുവിൽ 2018 എസ്റ്റേറ്റ് ഭൂമി ക്ഷേത്രത്തിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായി. 786 ഏക്കർ ഭൂമിയിൽ 400 ഏക്കർ വിട്ടു നൽകാനായിരുന്നു കോടതി വിധി. സമരകാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ ഇടപെടലും സമരപോരാട്ടത്തിൽ നിർണായകമായിരുന്നു. എന്നാൽ കോടതി വിധി വന്ന് 7 വർഷം പിന്നിട്ടിട്ടും ഭൂമിയിലെ ആദായങ്ങൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതാണ് കാരണം. പല ഭാഗത്തും പൂർണ്ണമായി ക്ഷേത്രം ഇല്ല. അവിടെ വളരെ കഷ്ടപ്പാടിലാണ് ആ ക്ഷേത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ആ ക്ഷേത്രത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ, ക്ഷേത്ര സ്വത്ത് ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ സാധിക്കാതെ മലബാർ ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ ഫണ്ട് രൂപീകരിച്ച് അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ആ പണം അന്ന് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന വരുമാനം അവിടുത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ ഭൂമിയിലെ കാര്യങ്ങളാക്കി മാറ്റി. 1943 മലയാള മനോരമ കുടുംബത്തിന് പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള കോഴിക്കോട് സാമൂതിരി മാനവ വിക്രമരാജ 60 വർഷത്തെ പാട്ടത്തിന് ക്ഷേത്രഭൂമി കൈമാറുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ക്ഷേത്രഭൂമി തിരിച്ചു നൽകിയില്ല. മനോരമയ്ക്ക് കീഴിലുള്ള ബാലന്നൂർ പ്ലാന്റേഷൻ ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. റബ്ബർ, കാപ്പി, തേയില, തെങ്ങ് തുടങ്ങിയവയായിരുന്നു പ്രധാന ഉൽപാദന വസ്തുക്കൾ. ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടാതായതോടെ 2002 ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകി. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2018 ക്ഷേത്രത്തിന് അനുകൂലമായ വിധി വന്നത്. എന്നാൽ മലയാള മനോരമ സുപ്രീം കോടതിയെ സമീപിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സാമൂതിരി ട്രസ്റ്റിന് കീഴിൽ വരുന്നതാണ് ഈ ക്ഷേത്രം. അനുകൂലമായ കോടതി വിധി വന്നിട്ടും മലബാർ ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതോടെ സുപ്രീം കോടതിയിൽ കേസ് അനന്തമായി നീളുകയാണ്. ഇതോടെ അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും ഈ എസ്റ്റേറ്റിലെ വസ്തുവകകൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. വർഷങ്ങളോളമാണ് മനോരമ അനധികൃതമായി ഈ ക്ഷേത്രഭൂമി കൈവശം വെച്ചത്. പിന്നീട് വർഷങ്ങൾ നീണ്ട ഭക്തരുടെ പോരാട്ടത്തിന് ഒടുവിലാണ് ഈ ഭൂമി തിരിച്ചുപിടിക്കാനായത്. പന്തല്ലൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം ശിവദാസ് കൽമനം, ജനം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നമ്മളുടെ ആ ഒരു പരമ്പരയുടെ പേര് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാഫിയയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാകുന്നത്. മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമി ഈ മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരുന്നതാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഈ ഭൂമി തിരിച്ചു പിടിക്കാനും സാധിച്ചു. പക്ഷേ എന്നിട്ടും ഈ വസ്തുവകളൊന്നും തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് ക്ഷേത്ര കമ്മിറ്റി പറയുന്നതിന് കാരണം എന്താണ് അനഘ? രാഖി, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ അത് സംരക്ഷിക്കാനുള്ള കഴിവ് പോലും മലബാർ ദേവസ്വം ബോർഡിനില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറത്തെ പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ അത് നഷ്ടമാകാൻ ഇടയായിട്ടുള്ള സംഭവം. 1943 അന്നത്തെ സാമൂതിരി ഈ ക്ഷേത്രഭൂമി 60 വർഷത്തെ പാട്ടത്തിന് മലയാള മനോരമ കുടുംബത്തിന് കൈമാറുന്നത്. അതിനുശേഷം അവിടെ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം 60 വർഷം കഴിയുന്നു. ഈ 60 വർഷം കഴിഞ്ഞാൽ ഈ പാട്ടത്തിന് കൊടുത്ത ഭൂമി അത് തിരിച്ചു കൊടുക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. പക്ഷേ അതുപോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഭക്തർ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത്, സമരം നടത്തുന്നത്. അങ്ങനെ ഭക്തരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അങ്ങനെ ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ സ്വത്ത് അത് മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ കോടതിയിൽ നിന്ന് ഈ ഭക്തർക്ക് അനുകൂലമായി, ഈ ക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുന്നു. ഈ വിധി 2018 ഈ വിധി വരുന്നത്. ഈ വിധി പ്രകാരം അത് ഇങ്ങനെയാണ് കോടതി പറയുന്നത്: 786 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 400 ഏക്കർ ഭൂമി അത് ഈ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം, അത് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ ക്ഷേത്രത്തിനും ഭക്തർക്കും അനുകൂലമായി ഒരു ഉത്തരവിടുകയും ചെയ്യുന്നു. അത് വലിയൊരു ആശ്വാസമായിരുന്നു ഭക്തരെ സംബന്ധിച്ച്. പക്ഷേ ഈ ഉത്തരവ്, ഈ ക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള ഈ ഉത്തരവ് വന്ന്
ഇന്നേക്ക് 7 വർഷം കഴിയുമ്പോൾ പോലും ഈ ക്ഷേത്ര ഭൂമിയിലുള്ള ആദായം അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് ഈ പാന്തല്ലൂർ ക്ഷേത്രത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ ഭക്തർ പറയുന്നത്. അതിന് ഈ മലയാള മനോരമ കുടുംബം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഈ കേസുമായി പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കേസിന് പോയത് കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് ഭക്തർക്ക് അനുകൂലമായ ഒരു വിധി വന്നതിന് ശേഷം പോലും ഈ ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള ആദായം അത് ഭക്തർക്ക് ഉപയോഗിക്കാൻ അല്ല ക്ഷേത്രത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. സുപ്രീം കോടതിയിൽ ഈ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പക്ഷെ അപ്പോൾ പോലും മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്ന് കൂടി ഭക്തർ പറയുന്നുണ്ട്. സാധാരണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ദേവസ്വം ബോർഡ് അവർ ഇടപെട്ടുകൊണ്ട് അത് കേസ് നടത്തിക്കൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടി അത് ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ഷേത്രഭൂമി അത് അന്യാധീനപ്പെടുമ്പോൾ പോലും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നിലപാടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഭക്തർക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി വന്ന ഒരു കേസാണ്. ആ ക്ഷേത്രഭൂമി അത് ഭക്തന്റേതാണ്, അത് ഭഗവാന്റേതാണെന്ന് ഈ കോടതി പോലും വിധിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മലയാള മനോരമ കുടുംബം അത് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഈ സുപ്രീം കോടതിയിൽ ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിയിലുള്ള ഈ ദേവസ്വം ബോർഡിന്റെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഇവർക്ക് ഈ എതിർകക്ഷികളോടാണ് എപ്പോഴും അനുകമ്പ, കടപ്പാട്. എങ്ങനെയെങ്കിലും ഈ ഭൂമിയൊക്കെ അല്ലെങ്കിൽ ഈ ദേവന്റെ സ്വത്തൊക്കെ അവരിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു ഗൂഢശ്രമം പലപ്പോഴും ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഈ പന്തല്ലൂരിലും നടന്നിരിക്കുന്നത്. ഈ 1ഉം 2ഉം ഏക്കർ ഒന്നുമല്ല, 400 ഏക്കർ ഭൂമിയാണ് അന്യാധീനപ്പെട്ട് കിടക്കുന്നത്. അതായത് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പോലും മടി കാണിക്കുന്ന ദേവസ്വം മന്ത്രിയുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ക്ഷേത്രത്തിന്റെ ഭൂമി ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം കയ്യും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് ദേവസ്വം ബോർഡ് ഇത്രയും കാലം ചെയ്തിരിക്കുന്നത്. അതിവിടെയും തുടരുകയാണ് എന്നുള്ളതാണ്. പലയിടത്തും നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഇത്തരത്തിൽ ക്ഷേത്രഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ കോഴിക്കോട് തന്നെ 5000-ലധികം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഓരോ ക്ഷേത്രവും എടുത്ത് പരിശോധിച്ചാലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ പോലും ഭക്തരുടെ ഒരു നിതാന്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രഭൂമി എങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ പാന്തല്ലൂർ ക്ഷേത്രത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ 400 ഏക്കർ ഭൂമി അത് ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് എന്ന് കോടതിയിൽ നിന്ന് ഭക്തർക്ക് അനുകൂലമായി, ക്ഷേത്രത്തിന് അനുകൂലമായി ഉത്തരവ് വരുന്നു. പക്ഷേ അത് തികച്ചും ആ ക്ഷേത്രഭൂമിയിലുള്ള ആദായം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ ക്ഷേത്രത്തിൻ്റെതാക്കി മാറ്റുന്നതിനോ ഒരു രീതിയിലുള്ള ഇടപെടലും ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ പോലും ഇതിൽ ഇടപെടുകയും കൃത്യമായ ഈ സമരമടക്കമുള്ള കാര്യങ്ങൾ നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അത് ഭക്തർ മാത്രമാണ്. പക്ഷെ അവർ പോലും ഈ കോടതിയുടെ സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് അത് ദേവസ്വം ബോർഡിന് മാത്രമാണ് ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്നത് മലയാള മനോരമ പോലുള്ള ഒരു വലിയ സാമ്രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരോട് പ്രതിരോധിച്ച് നിൽക്കാൻ ഭക്തർക്ക് കഴിയില്ല. അവിടെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രാധാന്യം നമുക്ക് കാണേണ്ടത്. പക്ഷെ അവർ പോലും കൃത്യമായി ഇവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം അനുകൂലമായ ഒരു വിധി ഉണ്ടായ സാഹചര്യത്തിൽ പോലും അത് സുപ്രീം കോടതിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെ നിന്ന് പോലും ഈ ക്ഷേത്രത്തിന് അനുകൂലമായി ഒരു വിധി ഉണ്ടാക്കിയെടുക്കാൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അത് പുഷ്പം പോലെ കഴിയുന്ന സാഹചര്യമാണ്. പക്ഷെ അത് വേണ്ട എന്നൊരു നിലപാട് ദേവസ്വം ബോർഡ് എടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ക്ഷേത്രഭൂമികളൊക്കെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് കേവലം ഒരു ക്ഷേത്രത്തിന്റെ മാത്രം കാര്യമല്ല. ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഈ ഭഗവാന് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഈ മലബാർ ദേവസ്വം ബോർഡിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ മലബാർ ദേവസ്വം ബോർഡ് തന്നെ നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ 80 പവനോളം സ്വർണം അത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കവർച്ച ചെയ്ത ഈ വിനോദ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അയാൾ ഇപ്പോഴും ഒളിവിലാണ്. അയാളെ പിടിക്കാനുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ
പൂർണ്ണ പരാജയമാണ് ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഭക്തർ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡുകൾ അത് പിരിച്ചുവിടണം, ഭഗവാന്റെ സ്വത്ത് അത് ഭക്തർക്ക് നൽകണം എന്നുള്ളതാണ്. അതായത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് പല ദേവസ്വം ബോർഡ് ഓഫീസുകളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് CPM അനുഭാവികളാണ്, ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ഒരു തരത്തിലും ഒരു രീതിയിലുമുള്ള വിശ്വാസം ഇല്ലാത്തവരാണ് ഈ ഭഗവാനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും ഈ പാന്തല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയും കൃത്യമായ ഒരു ഇടപെടൽ അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ആ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ആ 400 ഏക്കർ ഭൂമി അത് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഭക്തർ പറയുന്നത്. രാഖി, ഈ ദേവന്റെ ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കോടതിയിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ പോരാ, തീർച്ചയായും ഭക്തരോട് ഇതിന് ഉത്തരം നൽകേണ്ട ഒരു ബാധ്യതയുണ്ട്. എന്താണ് ഈ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട്? ഭക്തർ തീർച്ചയായും പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട് താനും. രാഖി, ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് എല്ലാ രീതിയിലും എല്ലാ കാര്യത്തിലും എടുക്കുന്ന അതേ അനങ്ങാപ്പാറ നയം തന്നെയാണ് ഈ പാന്തല്ലൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിലും ആദ്യം മുതൽ തന്നെ എടുത്തിരുന്നത്. അതിനുശേഷം ഭക്തരുടെ ഭാഗത്ത് നിന്ന് വലിയ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് മാത്രമാണ് വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ ദേവസ്വം ബോർഡ് നടത്തിയത്. അത് ഭക്തർ ചെലുത്തിയ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിലവിൽ ഈ കേസ് പാന്തല്ലൂർ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് അത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇങ്ങനെ അനന്തമായി നീളുന്ന സാഹചര്യമുണ്ട്. അവിടെ പോലും കൃത്യമായി ഇടപെടൽ നടത്താൻ ഈ മലബാർ ദേവസ്വം ബോർഡിന് കഴിയും. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഈ കേസിൽ കൃത്യമായി തന്നെ വീണ്ടും ഈ ഭക്തർക്ക് അനുകൂലമായി ക്ഷേത്രത്തിന് അനുകൂലമായ ഒരു വിധി നിഷ്പ്രയാസം വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഭക്തർ പ്രത്യക്ഷമായി തന്നെ ഈ കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് അതൊരു പ്രബലമായിട്ടുള്ള ഒരു ശക്തിയാണ്. ആ മലയാള മനോരമ കുടുംബം പോലൊരു ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റുമുട്ടാൻ ഭക്തർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരോട് കൃത്യമായി കേസ് നടത്തി ഈ കൃത്യമായി ഭക്തർക്ക് അനുകൂലമായി ക്ഷേത്രത്തിന് അനുകൂലമായി ഒരു വിധി അത് ഉണ്ടാക്കേണ്ടത് മലബാർ ദേവസ്വം ബോർഡിന്റെ കടമയാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ അത് ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും. വെറുതെ ഇരിക്കില്ല. ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ഈ 400 ഏക്കർ ഭൂമി അത് തിരിച്ചു പിടിച്ച് അത് സ്വന്തമാക്കുന്നത് വരെ കൃത്യമായ ഇടപെടലുമായി കൃത്യമായ പ്രതിഷേധവുമായി ഭക്തർ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഈ ഭക്തരുടെ ഇടയിൽ നിന്ന് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് CPM അനുഭാവികൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകളിൽ കയറിപ്പറ്റിയതിനു ശേഷമാണ് ഈ രീതിയിൽ അമ്പലങ്ങളിൽ ഈ രീതിയിലുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ ചൂഷണവും അമ്പലങ്ങളിൽ നടക്കുന്നത് എന്നതാണ്. അത് സത്യം തന്നെയാണ്. ഒരു ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന അമ്പലവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഇരിക്കുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്താണ്. മാത്രമല്ല ഈ കുളിച്ച് ഈറനെടുത്ത് അമ്പലത്തിൽ പെണ്ണുങ്ങൾ പോകുന്നത് അത് പുരുഷന്മാരെ വശീകരിക്കാനാണ് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ മാത്രമല്ല ഗണപതി മിത്താണെന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ കൃത്യമായി തന്നെ CPM അനുഭാവികൾ അല്ലെങ്കിൽ CPM മന്ത്രിസഭയിലുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഏത് രീതിയിലാണ് ഈ ക്ഷേത്രങ്ങളെയും ക്ഷേത്രഭൂമിയെയും ഒക്കെ തന്നെ നോക്കിക്കാണുന്നതെന്ന് ഇവർ പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവരെയാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തിരിച്ചു വാങ്ങി ഈ ഭക്തർക്ക് നൽകണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ഇത് തന്നെയാണ് ഈ ആവശ്യത്തിൽ തന്നെയാണ് ഭക്തർ ഏറ്റവും ഒടുവിലും അവർ പറയുന്നത്. രാഖി, ശരിയാണ്. ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രഭൂമി മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തിരിച്ചു പിടിച്ചത്. പക്ഷേ ഈ ഭൂമി തിരിച്ചു പിടിച്ചെങ്കിലും വസ്തുവകകൾ ഉപയോഗിക്കാനാകാതെ ഈ ഭൂമി ഉപയോഗശൂന്യമായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഈ കേസെത്തി. അപ്പോഴും ദേവസ്വം ബോർഡ് കൃത്യമായി ഇടപെടാത്തതാണ് ഈ ഭൂമി ഉപയോഗശൂന്യമാകാൻ കാരണം എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനഘ ഹർഷനാണൊപ്പം ഞങ്ങളോട് പ്രതികരിച്ച അതിഥികൾക്കും നന്ദി. നമ്മുടെ പ്രേക്ഷകരും ഇത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അവർ പ്രതിഷേധിക്കുന്നുണ്ട്. അജിത് ഭാസ്കർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, അവിശ്വാസികൾ ഭരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നീതി കിട്ടില്ല എന്ന്. ബോർഡ് പിരിച്ചുവിടുക കട്ടുതിന്നുന്നതിനും അതിന് കൂട്ടുനിൽക്കുന്നതിന് ദേവസ്വം ബോർഡാണ്. ഹിന്ദു സമൂഹം മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് പലരും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്.